നമസ്കാരം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ പുതിയ സെക്ഷനാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് മൾട്ടിപ്പിൾ ആംഗിൾസ്. മൾട്ടിപ്പിൾ ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2ന്റെ മൾട്ടിപ്പിള്, അതേപോലെ 3ന്റെ മൾട്ടിപ്പിള്, ഇങ്ങനെ വരുന്ന ആംഗിൾസിന്റെ സൈന്, കോസ്, ടാന്, ഇതിനൊക്കെയുള്ള ഫോർമുലകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ഫോർമുല വരുന്ന ഒരു സെക്ഷനാണ്. നല്ലോണം ശ്രദ്ധിക്കണം മക്കൾ കേട്ടോ. അപ്പൊ അതിൽ ആദ്യത്തേതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്സ്പാൻഷൻസ് ഓഫ് സൈൻ 2 തീറ്റ, കോസ് 2 തീറ്റ, ടാൻ 2 തീറ്റ. 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന 2 തീറ്റ അല്ലെങ്കിൽ 2x അല്ലെങ്കിൽ 2a അങ്ങനെയൊക്കെ പറയും. അപ്പൊ അത് നമുക്ക് സൈൻ 2 തീറ്റ നോക്കാം. സൈൻ 2 into തീറ്റ ഈസ് നോട്ട് ഈക്വൽ ടു 2 സൈൻ തീറ്റ. അങ്ങനെ അത് എപ്പോഴും ഒരു ഐഡന്റിറ്റി ആയിട്ട് ശരിയാവില്ല. അതായത് തീറ്റന്റെ സൈന് കണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 2 തീറ്റന്റെ സൈൻ ആവണമെന്ന് ഇല്ല. ഇപ്പൊ 30 ഡിഗ്രിന്റെ സൈന് 1/2 ആ, 60 ഡിഗ്രിന്റെ സൈന് √3/2 ആ. 30 ഡിഗ്രിന്റെ സൈനിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60ന്റെ സൈൻ ആവില്ല. 30 ഡിഗ്രിന്റെ ഡബിൾ ആണ് 60 ഡിഗ്രി ആംഗിൾ. പക്ഷെ അത് സൈൻ എടുത്തിട്ട് ഡബിൾ ചെയ്താൽ ശരിയാവില്ല. ചില പ്രത്യേക ആംഗിളിൽ ചിലപ്പോൾ ശരിയായി എന്ന് വരാം കേട്ടോ. ഇപ്പൊ പൈ 180 ഡിഗ്രിന്റെ സൈന് 0 ആണ്, 2 into പൈ 2πന്റെ സൈനും 0 ആണ്. അത് ചില പ്രത്യേക കേസിലൊക്കെ ചിലപ്പോൾ ശരിയായേക്കാം. ഒരു ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് സൈൻ 2 തീറ്റ 2 സൈൻ തീറ്റ ശരിയാവില്ല. പിന്നെ എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാല്, സൈൻ 2 തീറ്റനെ ഞാന് 2 തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് തീറ്റ പ്ലസ് തീറ്റ. കുഴപ്പമില്ലല്ലോ. തീറ്റ പ്ലസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 തീറ്റ ആണല്ലോ. എന്നിട്ട് നിങ്ങൾ സൈൻ എ പ്ലസ് ബി ഉപയോഗിച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എക്ക് പകരം തീറ്റ, ബിക്ക് പകരം തീറ്റ തന്നെ. അപ്പൊ സൈൻ എ പ്ലസ് ബി സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി. എയും ബിയും തീറ്റ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ അത് തന്നെയാണ് ഇത്, സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ ഒരേ ടേം 2 പ്രാവശ്യം ആഡ് ചെയ്യുക. എക്സ് പ്ലസ് എക്സ് 2x അല്ലേ. അപ്പൊ ഇത് 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോ 2 into സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അങ്ങനെയാണ് ഫോർമുല. അപ്പോ സൈൻ 2 തീറ്റന്റെ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. സൈൻ ഓഫ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 into സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ സൈൻ 2 തീറ്റ കാണാൻ സൈൻ തീറ്റ മാത്രം പോരാ, ഇവിടെ സൈൻ തീറ്റയും വേണം, കോസ് തീറ്റയും വേണം. സൈൻ തീറ്റ ഉണ്ടെങ്കിൽ കോസ് തീറ്റ നമുക്ക് കാണാം. എന്തുകൂടി അറിയണം? ക്വാഡ്രന്റ് കൂടി അറിയണം. സൈൻ തീറ്റ തന്ന് തീറ്റ ഇന്ന ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കോസ് തീറ്റ കാണാം. സൈൻ തീറ്റയും കോസ് തീറ്റയും കിട്ടിയാൽ സൈൻ ഓഫ് 2 തീറ്റ കാണാം. ഫോർമുല 2 into സൈൻ തീറ്റ എന്ന നമ്പർ ഇൻറ്റു കോസ് തീറ്റ എന്ന നമ്പർ. അങ്ങനെയാണെങ്കിൽ സൈൻ 2 തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പൊ സൈൻ 2x ആണെങ്കിൽ 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പൊ സൈൻ 40 ആണെങ്കിൽ 2 സൈൻ 20 ഇൻറ്റു കോസ് 20. അപ്പൊ സൈൻ 20 ആണെങ്കിൽ 2 സൈൻ 10 ഇൻറ്റു കോസ് 10 എക്സെട്ര. അപ്പൊ സൈൻ 25 ആണെങ്കിൽ 2 സൈൻ 12.5 ഇൻറ്റു കോസ് 12.5 പകുതിയാവും. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞാൽ 2 സൈൻ തീറ്റന്റെ പകുതി തീറ്റ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് തീറ്റ ബൈ 2. ഇങ്ങനെയും ഒരു ഫോർമുല നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഗണ്യാണ്, ഒന്നും സംഭവിച്ചില്ല. ഇവിടെ 2 തീറ്റ ആകുമ്പോൾ ഇവിടെ തീറ്റ തീറ്റ എന്ന് വരും. ഇവിടെ തീറ്റ ആകുമ്പോൾ അതിന്റെ പകുതി തീറ്റ ബൈ 2 വരും. അപ്പൊ സൈൻ 2 തീറ്റ 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. സൈൻ തീറ്റ ആകുമ്പോൾ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഇനി നമുക്ക് കോസ് 2 തീറ്റയെ പറ്റി ആലോചിക്കാം.
ഇത് നമ്മൾ ഇതേപോലെ കൊണ്ടുവരുമ്പോ cos ഓഫ് തീറ്റ പ്ലസ് തീറ്റ ആൻഡ് യൂസ് ദ ഫോർമുല cos ഓഫ് a പ്ലസ് ബി. എക്ക് പകരം തീറ്റ, ബിക്ക് പകരം തീറ്റ. അപ്പൊ cos a പ്ലസ് ബി നമ്മൾ പഠിച്ചത് cos a ഇൻറ്റു cos b, cos a ഇൻറ്റു cos b മൈനസ് sin a ഇൻറ്റു sin b, cos a ഇൻറ്റു cos b മൈനസ് sin a ഇൻറ്റു sin b. അപ്പൊ cos θ ഇൻറ്റു cos θ മൈനസ് sin θ ഇൻറ്റു sin θ. cos θ ഇൻറ്റു cos θ പറഞ്ഞാൽ cos സ്ക്വയർ തീറ്റ മൈനസ് sin θ ഇൻറ്റു sin θ sin സ്ക്വയർ തീറ്റ. അപ്പൊ cos 2θ is equal to cos square theta മൈനസ് sin square theta. ഇതാണ് ആദ്യത്തെ ഐഡന്റിറ്റി. അപ്പൊ cos 2x ആണെങ്കിൽ cos square x മൈനസ് sin square x. ഇതിനെ വീണ്ടും ഞാൻ പോലെ മാറ്റി കാണിച്ചു തരാം. ഈ cos square theta പൈതഗോറിയൻ ഐഡന്റിറ്റി പ്രകാരം 1 മൈനസ് sin square theta എന്ന് എഴുതാം. മൈനസ് ഇവിടെയുള്ള sin square theta അങ്ങനെ തന്നെ വെച്ചു. ക്ലിയർ അല്ലേ? ഈ cos square theta പകരം 1 മൈനസ് sin square theta. അപ്പൊ 1 ഇവിടെ വെച്ചു. നോക്കൂ നിങ്ങള്, മൈനസ് sin square theta മൈനസ് sin square theta. അപ്പൊ അത് മൈനസ് 2 sin square theta. അപ്പൊ ഇത് cos 2 theta വേറൊരു രൂപമാണ്. എങ്ങനെയാണ്? 1 മൈനസ് 2 sin square theta. ആദ്യത്തത് cos square theta മൈനസ് sin square theta എന്ന് മാറ്റി എഴുതിയപ്പോ 1 മൈനസ് 2 sin square theta. വീണ്ടും ഞാൻ ഇതിനെ വേറൊരു കോലത്ത് കാണിക്കാം. ദിസ് ഈസ് ഈക്വൽ ടു ഈ cos square theta ഇവിടെ നിർത്തിയിട്ട് മൈനസ് sin square theta നമ്മൾ ബ്രാക്കറ്റിൽ sin square theta ഈസ് 1 മൈനസ് cos square theta. അപ്പൊ നമുക്ക് ഈ ബ്രാക്കറ്റ് തുറന്നാൽ cos square theta മൈനസ് 1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് cos square theta. cos square theta plus cos square theta become 2 cos square theta. 2 cos square theta then minus 1. അപ്പൊ മൂന്ന് രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. മൂന്നും ഒന്ന് തന്നെയാണ്. cos 2 theta, cos theta sin theta രണ്ടും വെച്ച് പറയുമ്പോൾ cos square theta മൈനസ് sin square theta. sin theta മാത്രം വെച്ച് പറയുമ്പോൾ 1 മൈനസ് 2 sin square theta. cos theta മാത്രം വെച്ച് പറയുമ്പോൾ 2 cos square theta മൈനസ് 1. ഞാനതൊന്ന് ബോക്സിലേക്ക് മാറ്റിയിടാം. ബൈ ഹാർട്ട് ചെയ്യണം. cos 2 theta is equal to ആദ്യം കിട്ടിയത് cos square theta മൈനസ് sin square theta എന്ന് പറഞ്ഞാൽ cos theta സ്ക്വയർ ചെയ്യുക മൈനസ് sin theta സ്ക്വയർ ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ 1 നിന്ന് മൈനസ് ചെയ്യുക 2 ടൈംസ് sin theta സ്ക്വയർ അഥവാ sin square theta. അതല്ലെങ്കിൽ 2 into cos square theta എന്ന് മൈനസ് ചെയ്യുക 1. ഇത് മൂന്നും ഒന്ന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. മൂന്ന് കോലത്തിലാണ് മൂന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് പകുതിയാക്കി പറയുമ്പോൾ നേരത്തെ നമ്മൾ sin 2 theta എന്ന് sin theta പറഞ്ഞ പോലെ ഇവിടെയും പറയാം. cos 2 theta ക്ക് പകരം cos theta എന്നാണെങ്കിൽ വരിക, ആദ്യത്തേത് വരിക cos square theta by 2 മൈനസ് sin square of theta by 2. അതല്ലെങ്കിൽ 1 മൈനസ് 2 ടൈംസ് sin square of theta by 2. അതല്ലെങ്കിൽ 2 cos square theta by 2 മൈനസ് 1. ഓക്കെ, ഇത് വേറൊരു ടീമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് tan 2 theta പോകാം. ഇതൊക്കെ എക്സിൽ വെച്ചിട്ടും പറയാം. എക്സിൽ വെച്ച് പറയുമ്പോൾ തീറ്റ ഉള്ളിടത്തൊക്കെ അതിനനുസരിച്ച് മാറ്റാൻ മതി. tan of 2 theta എങ്ങനെ വരാമെന്ന് ചോദിച്ചാൽ നമ്മൾ സൈൻ ബൈ കോസ് അല്ല എടുക്കുന്നത്, പകരം 2 theta തീറ്റ പ്ലസ് തീറ്റ നേരത്തെ ഇതുപോലെ ആൻഡ് യൂസ് ദ ഫോർമുല tan of a plus b. എക്കും ബിക്കും പകരം തീറ്റയാണ്. tan a plus b നമ്മൾ പഠിച്ചത് tan a plus tan b divided by 1 minus tan a into tan b. എക്കും ബിക്കും പകരം തീറ്റ. അപ്പൊ എന്താ സംഭവിക്കുക? tan theta plus tan theta 2 into tan theta. ഓക്കെ, 2 tan theta ന്യൂമറേറ്ററിൽ കഴിഞ്ഞില്ല divided by 1 minus tan theta into tan theta നമുക്ക് എങ്ങനെ എഴുതാം? tan theta സ്ക്വയർ അഥവാ tan സ്ക്വയർ തീറ്റ. അപ്പൊ tan 2 theta is equal to 2 tan theta കഴിഞ്ഞില്ല 2 tan theta divided by ഡിനോമിനേറ്ററിൽ 1 മൈനസ് tan സ്ക്വയർ തീറ്റ. അപ്പൊ tan 2 theta കാണാൻ tan theta മാത്രം മതി. tan theta മാത്രം വെച്ചിട്ട് നമുക്ക് tan 2 theta കാണാം. ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചാൽ മതി. 2 into tan theta by 1 മൈനസ് tan square theta. ഇനി ഇപ്പൊ കിട്ടിയ റിസൾട്ട് ഒന്ന് രണ്ട് ഇമ്പോർട്ടൻസ് സംഗതി ഞാൻ മാറ്റി പറയാം.
നമുക്ക് കിട്ടിയ റിസൾട്ട് കോസ് 2 തീറ്റ നമുക്ക് കണ്ട ഒരു റിസൾട്ട് ഇങ്ങനെ കണ്ടു. 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. ഇത് ഞാനൊന്ന് കോലം മാറ്റി പറയാൻ പോവാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ലെഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ പ്ലസ് ആവും, 2 സൈൻ സ്ക്വയർ തീറ്റ ആവും. ഈ കോസ് 2 തീറ്റ റൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ അത് മൈനസ് ആവും. അപ്പൊ 1 മൈനസ് കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ. ഇത് ഇങ്ങനെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. വെരി ഇമ്പോർട്ടന്റ് ഐഡന്റിറ്റി. 1 മൈനസ് കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ. ഇതിന്ന് കിട്ടിയതാണ്. വീണ്ടും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് മറ്റൊന്ന് പറയാം, പകുതിയാക്കി പറയും. 1 മൈനസ് കോസ് 2 തീറ്റക്ക് പകരം തീറ്റ ഇട്ടാല് 2 സൈൻ സ്ക്വയർ, അവിടെ തീറ്റന്റെ പകുതിയാവും, തീറ്റ ബൈ 2. ഇത് കിട്ടിയതാണ്. വീണ്ടും നമുക്ക് കിട്ടിയത് കോസ് 2 തീറ്റക്ക് വേറെ ഒന്ന് നമുക്ക് ഈ ബോക്സിൽ ഉണ്ട്. 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. അതൊന്ന് എഴുതാം നമുക്ക്. 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ മൈനസ് 1നെ ലെഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ അത് പ്ലസ് ആവും. 1 പ്ലസ് ആവും. 1 പ്ലസ് കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ മാറി പോകരുത്. 1 മൈനസ് കോസ് 2 തീറ്റ ആവുമ്പോൾ 2 സൈൻ സ്ക്വയർ തീറ്റയാണ്. 1 പ്ലസ് കോസ് 2 തീറ്റ ആവുമ്പോൾ 2 കോസ് സ്ക്വയർ തീറ്റയാണ്. ഇതിൽ നിന്ന് നമുക്ക് 1 പ്ലസ് കോസ് 2 തീറ്റക്ക് പകരം തീറ്റയാണെങ്കിൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ഇങ്ങനെയും ഓർത്ത് വെക്കുക. ഓക്കെ, ഇതിനാലെണ്ണം വേറെ ഇതിന്ന് കിട്ടിയത് തന്നെയാണ്. ഇതാണെങ്കിൽ അത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഡയറക്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും. പ്രത്യേകിച്ച് സെക്കൻഡ് ഇയറിലൊക്കെ ഒരുപാട് ആവശ്യം ഉണ്ടാവും. ശ്രദ്ധിച്ചു വെക്കുക. ഇനി ഞാൻ രണ്ടാമതായിട്ട് പറയാം. അപ്പൊ നമ്മൾ ചെയ്തത് സൈൻ 2 തീറ്റ, കോസ് 2 തീറ്റ, ടാൻ 2 തീറ്റ ഇവർക്ക് ഫോർമുല ഉണ്ടാക്കിയതാണ്. ഇനി ഞാൻ സെക്കൻഡ് ചെയ്യാൻ പോകുന്നത് എക്സ്പാൻഷൻസ് ഓഫ് സൈൻ 2 തീറ്റ, കോസ് 2 തീറ്റ ഇൻ ടേംസ് ഓഫ് ടാൻ തീറ്റ. അതാണ് ടാൻ തീറ്റയിലാണ് നമ്മൾ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്. ആർക്കൊക്കെ? സൈൻ 2 തീറ്റക്കും കോസ് 2 തീറ്റ. നമ്മൾ ഉണ്ടാക്കിയ സൈൻ 2 തീറ്റക്ക് ഉണ്ടാക്കിയത് 2 ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്നാണ്. അതിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും വെച്ചിട്ടാണ്. കോസ് 2 തീറ്റ നമ്മൾ ഉണ്ടാക്കിയതിൽ കോസ് തീറ്റ സൈൻ തീറ്റ വെച്ചിട്ടുണ്ട്, സൈൻ തീറ്റ ഒറ്റയ്ക്ക് വെച്ചിട്ടുണ്ട്, കോസ് തീറ്റ ഒറ്റയ്ക്ക് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ പകരം നമ്മൾ ഞാനൊരു ടേംസിലാണ് പറയാൻ പോണത് ടാൻ തീറ്റ. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടിയ ഒരു ഐഡന്റിറ്റി ഇങ്ങനെ ഉണ്ട്. ഇപ്പോ സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഞാൻ ഇതിനെ 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയല്ലേ വരിക. അപ്പൊ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്ക്. 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഈ 1നെ ഞാൻ നമുക്ക് നേരത്തെ അറിയാവുന്ന ഐഡന്റിറ്റി വെച്ചിട്ട് 1നെ ഞാൻ എഴുതിയത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കുഴപ്പമില്ലല്ലോ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഏത് തീറ്റ ആയാലും കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. ഇനി നമ്മുടെ എയിം ഇത് നമുക്ക് എങ്ങോട്ട് മാറ്റണ്ടേ? ടാൻ തീറ്റയിലേക്ക് മാറ്റണം. അതിനൊരു ചെറിയ പണി. ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡിങ് ബൈ ദ നമ്പർ കോസ് സ്ക്വയർ തീറ്റ. ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരൊറ്റ ഡിമാൻഡാണ് മാത്തമാറ്റിക്സിൽ ഉള്ളത്. ആ നമ്പർ 0 ആവാൻ പാടില്ല. നമ്മളിപ്പോ കോസ് സ്ക്വയർ തീറ്റനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ 0 ആവുമോ എന്നൊരു സംശയം ഉണ്ടാവും. കോസ് സ്ക്വയർ തീറ്റ 0 ആവണമെങ്കിൽ കോസ് തീറ്റ 0 ആവണം. കോസ് തീറ്റ 0 ആവാറുണ്ട് ട്രിഗണോമെട്രിയിൽ. പക്ഷെ കോസ് തീറ്റ 0 ആവുമ്പോ ടാൻ തീറ്റ ഉണ്ടാവില്ല. ടാൻ തീറ്റ ബിക്കം നോട്ട് ഡിഫൈൻഡ്. കാരണം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ കോസ് തീറ്റ 0 ആവുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ടാൻ തീറ്റ ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞത് എന്താ? എക്സ്പാൻഷൻസ് ഓഫ് സൈൻ 2 തീറ്റ ആൻഡ് കോസ് 2 തീറ്റ ഇൻ ടേംസ് ഓഫ് ടാൻ തീറ്റ. അപ്പൊ ടാൻ തീറ്റ ഉണ്ട്. ടാൻ തീറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ആ വർത്താനം പറഞ്ഞതിന് മീനിങ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ന്യൂമറേറ്ററിൽ വരിക 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ബൈ താഴെ 2 ടേം ഉണ്ട്. 2 ടേമിനെയും കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
അപ്പൊ cos square theta by cos square theta plus sin square theta by മേലെ ഒറ്റ ടേം ഉള്ളൂ, അതിനെ cos square theta ഡിവൈഡ് ചെയ്തു, താഴെ രണ്ട് ടേം പ്ലസ് ഉണ്ട്, അപ്പൊ രണ്ടിനെയും ഡിവൈഡ് ചെയ്തു. എന്തുകൊണ്ട്? cos square theta. എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിയേ, 2ന്റെ കൂടെ ന്യൂമറേറ്ററിൽ cos theta, ഡിനോമിനേറ്ററിൽ cos square theta ഉണ്ട്. ഒരു cos theta ക്യാൻസൽ ആയി പോകും. ഒരു cos theta ക്യാൻസൽ ആയി പോയാൽ sin theta by cos theta, sin theta by cos theta ന്റെ പേരാണ് tan theta ഡിവൈഡഡ് ബൈ, ഇവിടെ മേലിതായി ഒരേ നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 1 ആവും, പ്ലസ് നമുക്ക് sin theta by cos theta tan theta ആണല്ലോ, അപ്പൊ sin square theta by cos square theta become tan square theta അഥവാ tan theta ന്റെ സ്ക്വയർ. അപ്പൊ ഇതാണ് sin 2 theta ന്റെ ഐഡന്റിറ്റി in terms of tan theta. അപ്പൊ sin 2 theta is equal to 2 tan theta divided by 1 plus tan square theta. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് tan 2 theta ആയിട്ട് മാറിപ്പോകരുത്. tan 2 theta കുറച്ച് മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, 2 tan theta ആണ് മുകളില്, പക്ഷെ താഴെ 1 minus tan square theta ആണ്. ഇവിടെ അത് 1 plus tan square theta ആണ്. മാറിപ്പോകരുത്, കമ്പയർ ചെയ്തിട്ട് എഴുതി പഠിക്കണം, ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ sin theta പറയുകയാണെങ്കിലോ, sin theta പറയുകയാണെങ്കിൽ 2 tan theta by 2 divided by 1 plus tan square theta by 2. x ൽ പറയുകയാണെങ്കിൽ sin x equal to 2 tan x by 2 by 1 plus tan square x by 2. ഇനി നമുക്ക് ഇതേപോലെ cos 2 theta നെ tan theta യിലേക്ക് കൊണ്ടുവരാം. cos 2 theta ക്ക് നമുക്ക് കിട്ടിയത് 3 രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തന്നെയാണ് എടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട്, cos 2 theta is equal to cos square theta minus sin square theta equal to cos square theta minus sin square theta divided by നേരത്തെ ഇതേപോലെ 1 നേടി. അടുത്ത സ്റ്റെപ്പിൽ ആ 1നെ cos square theta plus sin square theta എന്ന് എഴുതും. അപ്പോ മേലെ cos square theta minus sin square theta divided by ഈ 1ന്റെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് cos square theta plus sin square theta. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ മേലെ താഴെ ഡിവൈഡിംഗ് ബൈ cos square theta. അപ്പൊ ന്യൂമറേറ്ററിൽ രണ്ട് ടേം ഉള്ളതുകൊണ്ട് രണ്ടിനെ ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിൽ cos square theta by cos square theta minus sin square theta by cos square theta divided by ഡിനോമിനേറ്ററിൽ രണ്ട് ടേമിന് cos square theta നേരത്തെ ചെയ്ത പോലെ ചെയ്തു. അപ്പൊ ഇവിടെ cos square theta ക്യാൻസൽ ആയി പോകും, 1 1 minus sin square theta by cos square theta tan square theta divided by 1 plus tan square theta. അപ്പൊ എന്താണ് cos 2 theta യുടെ ഫോർമുല? cos 2 theta നെ tan theta യിലേക്ക് പറയുമ്പോൾ, tan theta വെച്ച് പറയുമ്പോൾ cos 2 theta is equal to ന്യൂമറേറ്ററിൽ 1 minus tan theta ന്റെ സ്ക്വയർ അഥവാ tan square theta divided by ഡിനോമിനേറ്ററിൽ 1 plus tan theta ന്റെ സ്ക്വയർ tan square theta. Cos 2 theta is equal to 1 minus tan square theta by 1 plus tan square theta. അപ്പൊ അത് പകുതിയാക്കി പറയുമ്പോൾ cos theta is equal to 1 minus tan square theta ന്റെ പകുതി theta by 2 divided by 1 plus tan square theta by 2. ഇമ്പോർട്ടന്റ് ഐഡന്റിറ്റീസ് ആണ്, ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ sin 2 theta cos 2 theta ആരുടെ ടേംസിൽ പറഞ്ഞു? tan theta ന്റെ ടേംസിലേക്ക് പറഞ്ഞു. ഇനി നമ്മൾ തേർഡ് വൺ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പാൻഷൻസ് ഓഫ് sin 3 theta cos 3 theta and tan 3 theta. 3ന്റെ മൾട്ടിപ്പിൾ ഇതും കൂടി ഈ സെഷനിൽ ഫോർമുല ആയിട്ട് നമുക്ക് ഉണ്ടാക്കണം. ഡെറിവേഷൻസ് ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ആവാൻ വേണ്ടി തരുന്നതാണ്. ഡെറിവേഷൻസ് എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറില്ല, പ്രോബ്ലംസ് ആണ് ചോദിക്കല്. എനിവേ അത് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് sin 3 theta എങ്ങനെ വരുന്നത് നോക്കാം. എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാല്, ഇതും തന്നെ sin 3 theta is equal to 3 sin theta അല്ല. അങ്ങനെയാണെങ്കിൽ നല്ല എളുപ്പമായിരുന്നു പഠിക്കാനൊക്കെ. അങ്ങനെ കിട്ടില്ല, അത് ശരിയാവില്ല. പകരം എന്താ വരിക നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ തുടങ്ങേണ്ടി വരും. sin of 3 theta നെ 2 theta plus theta sin a plus b sin a into cos b plus cos a into sin b. അപ്പൊ a ക്ക് പകരം 2 theta
ബിക്ക് പകരം തീറ്റ. അത് വെച്ചിട്ട് സൈൻ എ പ്ലസ് ബിന്റെ ഫോർമുല ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തു. ഇങ്ങനെ വെച്ചാൽ പോരാ, ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ കംപ്ലീറ്റ് സൈൻ തീറ്റന്റെ ടേംസിലേക്ക് കൊണ്ടുവരാം. അതിന് നമ്മൾ ചെയ്യാൻ പോണത് ഈ സൈൻ 2 തീറ്റക്ക് ഇപ്പൊ പഠിച്ച 2 സൈൻ തീറ്റ കോസ് തീറ്റ ഉപയോഗിച്ചു. പിന്നെ ഇവിടെ ഉള്ള കോസ് തീറ്റ, അതായത് കോസ് തീറ്റ പ്ലസ് ഈ കോസ് 2 തീറ്റനെ 2-3 രീതിയിലേക്ക് എഴുതാം. അതിൽ ഞാൻ ഇവിടെ എഴുതുന്നത് സൈൻ തീറ്റ മാത്രം വെച്ചുകൊണ്ട് ഒരു റിസൾട്ട് കോസ് 2 തീറ്റക്ക് വന്നു. അതിങ്ങനെയായിരുന്നു 1 - 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് 2 തീറ്റക്ക് പകരം. പിന്നെ ഇവിടെ ഉള്ള ഇൻറ്റു സൈൻ തീറ്റ. അടുത്ത സ്റ്റെപ്പില് 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആരാണ്? കോസ് തീറ്റന്റെ സ്ക്വയർ അഥവാ കോസ് സ്ക്വയർ തീറ്റ. ഈ ബ്രാക്കറ്റ് തുറക്കുക പ്ലസ് 1 ഇൻറ്റു സൈൻ തീറ്റ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ 2 സൈൻ ക്യൂബ് തീറ്റ. സൈൻ സ്ക്വയർ ഇൻറ്റു സൈൻ ക്യൂബ്. അടുത്ത സ്റ്റെപ്പില് 2 സൈൻ തീറ്റ നിർത്തിയിട്ട് ഈ കോസ് സ്ക്വയർ തീറ്റനെ നമ്മള് ഐഡന്റിറ്റി വെച്ചിട്ട് ഇങ്ങനെ ഐഡന്റിറ്റി ഉണ്ട്. കോസ് സ്ക്വയർ തീറ്റക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബ്രാക്കറ്റിൽ എഴുതി പ്ലസ് സൈൻ തീറ്റ മൈനസ് 2 സൈൻ ക്യൂബ് തീറ്റ. അടുത്ത സ്റ്റെപ്പിൽ ഈ ബ്രാക്കറ്റ് തുറക്കുക 2 സൈൻ തീറ്റ ഇൻറ്റു 1 2 സൈൻ തീറ്റ 2 സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പം മൈനസ് 2 സൈൻ ഇൻറ്റു സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് സൈൻ ക്യൂബ് ആവും. സൈൻ ക്യൂബ് തീറ്റ പ്ലസ് സൈൻ തീറ്റ മൈനസ് 2 സൈൻ ക്യൂബ് തീറ്റ. ഒരൊറ്റ സ്റ്റെപ്പും കൂടി 2 സൈൻ തീറ്റ പ്ലസ് 1 സൈൻ തീറ്റ. അപ്പൊ 3 സൈൻ തീറ്റ മൈനസ് 2 സൈൻ ക്യൂബ് തീറ്റ മൈനസ് 2 സൈൻ ക്യൂബ് തീറ്റ. അത് മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. അപ്പൊ ഇതാണ് സൈൻ 3 തീറ്റന്റെ ഐഡന്റിറ്റി. അതില് സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ. 3 ഇൻറ്റു സൈൻ തീറ്റ മൈനസ് 4 ഇൻറ്റു സൈൻ തീറ്റന്റെ ക്യൂബ്, സൈൻ ക്യൂബ് തീറ്റ. ബൈ ഹാർട്ട് ചെയ്യണം. സൈൻ ഓഫ് 3 തീറ്റ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു സൈൻ തീറ്റ എന്ന് പോരാ, അതിന് മൈനസ് ചെയ്യണം 4 ഇൻറ്റു സൈൻ ക്യൂബ് തീറ്റ. പക്ഷെ സൈൻ 3 തീറ്റ കാണാൻ സൈൻ തീറ്റ മാത്രം മതി. സൈൻ 2 തീറ്റ കാണാൻ സൈൻ തീറ്റ മാത്രം മതിയാവില്ല. അതിന് കോസ് തീറ്റ വേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ടാൻ തീറ്റ വേണ്ടി വരും. പക്ഷെ സൈൻ 3 തീറ്റ കാണാൻ സൈൻ തീറ്റ മാത്രം മതിയാവും. 3 ഇൻറ്റു സൈൻ തീറ്റ എന്ന് 4 ഇൻറ്റു സൈൻ തീറ്റന്റെ ക്യൂബ് മൈനസ് ചെയ്യാം. ഇതേപോലെ നമുക്ക് കോസ് 3 തീറ്റ നോക്കാം. കോസ് 3 തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഓഫ് 2 തീറ്റ പ്ലസ് തീറ്റ. And use the formula cos of a plus b. A ക്ക് പകരം 2 തീറ്റ, b ക്ക് പകരം തീറ്റ. cos a plus b നമ്മൾ കണ്ടത് cos a into cos b minus sin a into sin b. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ മാറ്റി കംപ്ലീറ്റ് നമുക്ക് cos തീറ്റയിലേക്ക് കൊണ്ടുവരാം. ഞാൻ മുകളിലേക്ക് ഇങ്ങോട്ട് എഴുതാം. ഈക്വൽ ടു ഈ cos 2 തീറ്റനെ 2-3 രീതിയിൽ മാറ്റാം. ഇവിടെ നമ്മൾ മാറ്റുന്നത് കോസ് തീറ്റയിലേക്ക് മാത്രമുള്ള റിസൾട്ട്. കോസ് തീറ്റയിലേക്ക് മാത്രമായിട്ട് പറയുമ്പോൾ കോസ് 2 തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ആണ്. പിന്നെ ഇവിടെ ഉള്ള ഇൻറ്റു കോസ് തീറ്റ അങ്ങനെ തന്നെ വെക്കുക. മൈനസ് ഈ സൈൻ 2 തീറ്റനെ നമ്മൾ കണ്ടത് 2 ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അതിക്ക് പകരം സൈൻ 2 തീറ്റക്ക് പകരം ഇൻറ്റു ഇവിടെ ഉള്ള സൈൻ തീറ്റ. ഓക്കെ, that is equal to ഇത് തുറക്കുക 2 cos square theta into cos theta 2 cos cube theta minus 1 into cos theta minus cos theta minus 2 into sin theta into sin theta into cos theta. അപ്പോൾ cos theta ആദ്യം എഴുതിയാൽ cos theta into sin sin square theta ആണ് എഴുതി. ഓക്കെ, ഈക്വൽ ടു 2 cos cube theta ഇവിടെ നിൽക്കട്ടെ minus cos theta minus 2 cos theta into ഈ സൈൻ സ്ക്വയർ തീറ്റനെ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. എന്നിട്ട് ആ ബ്രാക്കറ്റ് കൂടെ ഒന്ന് തുറന്നാൽ ഈക്വൽ ടു 2 കോസ് ക്യൂബ് തീറ്റ മൈനസ് കോസ് തീറ്റ മൈനസ് 2 കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് 2 കോസ് തീറ്റ മൈനസ് 2 കോസ് തീറ്റ ഇൻറ്റു മൈനസ് കോസ് സ്ക്വയർ തീറ്റ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 2 ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ cos theta into cos square theta cos cube theta.
അപ്പൊ നിങ്ങൾ നോക്ക് 2 cos cube തീറ്റ ഇവിടെ രണ്ടും പ്ലസ് ഉണ്ട്, ലാസ്റ്റിൽ വീണ്ടും 2 cos cube തീറ്റ പ്ലസ് ഉണ്ട്. 2 + 2 എന്ന് പറയുമ്പോൾ 4 ആവും. 4 cos cube തീറ്റ -1 cos തീറ്റ -2 cos തീറ്റ -3 cos തീറ്റ. അപ്പൊ നമുക്ക് ചെറിയൊരു വ്യത്യാസം വന്ന് നോക്ക്. sin 3 തീറ്റയ്ക്ക് പകരം cos 3 തീറ്റ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ മാറ്റം cos 3 തീറ്റ = ആദ്യത്തെ ടേം 4 cos cube തീറ്റയാണ്, അതിൽ നിന്ന് മൈനസ് ചെയ്യാണ് വേണ്ടത് 3 cos തീറ്റ. sin 3 തീറ്റ ആകുമ്പോൾ 3 sin തീറ്റയാണ് ആദ്യം വരിക, അതിൽ നിന്ന് മൈനസ് ആണ് 4 sin cube തീറ്റ. cos 3 തീറ്റ ആകുമ്പോൾ cos തീറ്റ മാത്രം മതി, cos 3 തീറ്റ കാണാൻ cos തീറ്റ മാത്രം മതി, പക്ഷെ മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് കമ്പയർ ചെയ്ത് വെക്കുക, എഴുതിയിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, cos 3 തീറ്റ = 4 cos cube തീറ്റ -3 cos തീറ്റ. അപ്പൊ ഇനി tan 3 തീറ്റയിലേക്ക് പോകാം. tan 3 തീറ്റ = tan of ഇങ്ങനെ തന്നെ പോവുക 2 തീറ്റ + തീറ്റ and use the formula tan of a plus b. എന്താ tan a plus tan b by 1 minus tan a into tan b. a ക്ക് പകരം 2 തീറ്റ, b ക്ക് പകരം തീറ്റ. ഇങ്ങനെ വെച്ചാൽ പോരാ, ഇതിനൊന്നും കൂടി മാറ്റി ഈ ആൻസർ കംപ്ലീറ്റ് നമുക്ക് tan തീറ്റ മാത്രമാക്കി മാറ്റാം. അപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. tan 2 തീറ്റക്ക് നേരത്തെ വന്നൊരു ഫോർമുല 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ തീറ്റ പ്ലസ് ഇവിടെയുള്ള tan തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan 2 തീറ്റക്ക് 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ തീറ്റ പിന്നെ ഇവിടെയുള്ള ഇൻറ്റു tan തീറ്റ. ഇച്ചിരി കൂടി സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ന്യൂമറേറ്ററിൽ 1 മൈനസ് tan സ്ക്വയർ തീറ്റ എൽസിയം വെച്ചാൽ 2 tan തീറ്റ പ്ലസ് ഇതങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ tan തീറ്റ ഇൻറ്റു ബ്രാക്കറ്റിൽ 1 മൈനസ് tan സ്ക്വയർ തീറ്റ. ഇവിടെയും നമുക്ക് 1 മൈനസ് tan സ്ക്വയർ തീറ്റ ക്രോസ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 മൈനസ് tan സ്ക്വയർ തീറ്റ minus 2 tan theta into tan theta all divided by the denominator 1 minus tan square theta. അപ്പോൾ മേലിതായി all divided by ഒരേ നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് 2 tan theta അവിടെ നിൽക്കട്ടെ. 2 tan theta ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. tan theta into 1 plus tan theta plus tan theta into minus tan square theta എന്ന് പറയുമ്പോൾ അത് മൈനസ് tan cube theta divided by 1 into 1 1 minus 1 into tan square theta minus tan square theta minus 2 into tan theta tan square theta. അടുത്ത സ്റ്റെപ്പ് 2 tan theta plus 1 tan theta 3 tan theta minus tan theta in the cube അഥവാ tan cube theta divided by 1 minus 1 tan square theta minus 2 tan square theta become minus 3 tan square theta. അപ്പോൾ ഇതാണ് tan 3 theta ഐഡന്റിറ്റി. ഇങ്ങനെയൊക്കെ വരുന്നത് 3 tan theta അതിന് മൈനസ് tan cube theta കഴിഞ്ഞില്ല ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 ആണ് ഫസ്റ്റ് ടേം 1 മൈനസ് 3 ടൈംസ് tan സ്ക്വയർ തീറ്റ ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ tan 3 തീറ്റ കാണാൻ tan തീറ്റ മാത്രം മതി. എങ്ങനെയൊക്കെ വരുന്നത് tan 3 തീറ്റ = 3 tan തീറ്റ മൈനസ് tan ക്യൂബ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ തീറ്റ. അപ്പോൾ tan 3x ആണെങ്കിൽ 3 tan x മൈനസ് tan ക്യൂബ് x ബൈ 1 മൈനസ് 3 tan സ്ക്വയർ x. ഓക്കെ, ഇത്രയും ഐഡന്റിറ്റീസ് ആണ് ഈ സെക്ഷനിൽ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാനുള്ളത്. ഞാൻ ആ ബോക്സിൽ വരച്ചതെല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു സംശയമില്ലാതെ ബൈ ഹാർട്ട് വേണം, എങ്കിലേ നമുക്ക് ഈ സെഷനിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. മാത്രമല്ല ഇത് സെക്കൻഡറിയിലേക്ക് വളരെ വരുന്ന ഐഡന്റിറ്റീസ് ആണ്. കാൽക്കുലസ് പാർട്ടിലൊക്കെ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം sin 2 തീറ്റ. sin 2 തീറ്റക്ക് sin തീറ്റയും cos തീറ്റയും വെച്ചിട്ടൊരു ഫോർമുല
ടാൻ തീറ്റ വെച്ചിട്ടൊരു ഫോർമുല. സൈൻ 2 തീറ്റ 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, അല്ലെങ്കിൽ ടാൻ തീറ്റ വെച്ച് പറയുകയാണെങ്കിൽ 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. കോസ് 2 തീറ്റക്ക് ആദ്യം 3 വന്നത് കോസ് 2 തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, അതല്ലെങ്കിൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ, അതല്ലെങ്കിൽ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. പിന്നെ ടാൻ തീറ്റ വെച്ചുകൊണ്ട് കോസ് 2 തീറ്റക്ക് വന്നത് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. പിന്നെ അതിന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചത് 1 മൈനസ് കോസ് 2 തീറ്റ ആണെങ്കിൽ 2 സൈൻ സ്ക്വയർ തീറ്റ, 1 മൈനസ് കോസ് തീറ്റ ആണെങ്കിൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2, 1 പ്ലസ് കോസ് 2 തീറ്റ ആണെങ്കിൽ 2 കോസ് സ്ക്വയർ തീറ്റ, 1 പ്ലസ് കോസ് തീറ്റ ആവുമ്പോൾ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. പിന്നെ അതിൽ നിന്ന് വന്നത് മുന്നോട്ട് വന്നപ്പോൾ 3 തീറ്റന്റെ ഫോർമുല സൈൻ 3 തീറ്റ 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ, കോസ് 3 തീറ്റ 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ, ടാൻ 3 തീറ്റ 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ ഐഡന്റിറ്റീസ് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക നിങ്ങൾ, എന്നിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് അടുത്ത ക്ലാസ് വരിക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഐഡന്റിറ്റീസ് നന്നായിട്ട് പഠിച്ചു വെക്കുക, എന്നാലേ ക്വസ്റ്റ്യൻസ് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.